അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് എന്നുള്ള വേരിയൻ്റ് കൂടെയാണ്. ശരിക്കും ടോപ്പ് എൻഡ് മോഡലിൽ നിന്ന് ശരിക്കും ബേസ് മോഡലിലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട്. ബേസിക്കലി ഒരാൾക്ക് എന്തൊക്കെയാണ് നഷ്ടം പറ്റുക ബേസ് മോഡൽ വാങ്ങുമ്പോൾ? അപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകന് വീഡിയോ കാണുന്ന ആൾക്ക് ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? നമസ്കാരം, മലപ്പുറത്താണ് ക്ലാസിക് ഹുണ്ടായിൽ. വിഷയം ക്രെറ്റ തന്നെ. അപ്പോൾ ഹുണ്ടായുടെ ക്രെറ്റ നമ്മൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓടിച്ചത് ഒരു പ്രീ ലോഞ്ച് സമയത്താണ്. അന്ന് നമുക്ക് പ്രൈസ് അറിയാം, 11 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു ക്രെറ്റയുടെ ആ ഒരു സ്റ്റാർട്ടിങ് വേരിയൻറ്റ് തുടങ്ങുന്നത് അറിയാം. പക്ഷേ കാര്യം അങ്ങനെയല്ല. 28ഓളം വ്യത്യസ്തമായിട്ടുള്ള വകഭേദങ്ങളിൽ ക്രെറ്റ കിട്ടാണ്ട്. പെട്രോൾ, ഡീസൽ, ടർബോ പെട്രോൾ, IVT, DCT, ടോർക്ക് കൺവേർട്ടർ, മാനുവൽ, അങ്ങനെ വിവിധമായ ആ ഒരു വേരിയൻറ്റുകൾ വണ്ടി കിട്ടാണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, 60% ഇന്ത്യയിലെ ഹുണ്ടായുടെ സെയിൽസ് ക്രെറ്റയ്ക്കാണ്. അപ്പോൾ ക്രെറ്റയുടെ ആ ഒരു സെയിൽസിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു വൈവിധ്യവും അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ പ്രത്യേകതകളും തന്നെയാണ്. അപ്പോൾ പുതിയ ക്രെറ്റയുടെ ഈ ഒരു വേരിയൻറ്റും അല്ലെങ്കിൽ ഈ ഒരു പ്രൈസൊക്കെ വിശദമായിട്ട് അറിയേണ്ടതുണ്ട്. ഒരു വീഡിയോ റിവ്യൂ ചെയ്യുന്ന പോലെയല്ല, ഒരു കസ്റ്റമർ ഒരു വണ്ടി വാങ്ങാൻ വരുമ്പോൾ ഒരു ഷോറൂമിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനായിട്ട് അഗ്രസീവായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് വരും. അപ്പോൾ ഇന്ന് ആ ഒരു സംഗതി ഒന്ന് റീക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് ക്രെറ്റ വാങ്ങാൻ വന്ന ഒരാളായിട്ട് ഭാവിച്ചിട്ട് ഈ ക്രെറ്റയുടെ എല്ലാ വേരിയൻറ്റും അല്ലെങ്കിൽ എല്ലാ വൈവിധ്യങ്ങളും ചോദിച്ചറിയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ഇന്ന് ഹംസ ഉണ്ട് എൻ്റെ കൂടെ. നമുക്ക് ഹംസയെ വിളിക്കാം. ഹംസയെ വിളിച്ചിട്ട് ഹംസയോട് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം സാർ. ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുള്ളൂ, കാരണം കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഒരു വിശദമായിട്ട് അറിയാം. എൻ്റെ പേര് ഹംസ. ഓക്കെ. ക്ലാസിക് ഹുണ്ടായി മലപ്പുറം സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി. എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ക്ലാസിക് ഹുണ്ടായി മലപ്പുറം എന്ന് പറഞ്ഞില്ലേ, ശരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് സ്പെസിഫിക്കലായിട്ട് പറഞ്ഞേ. നമുക്ക് ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് റോഡിന് ഒരു 2 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ മച്ചിങ്ങൽ എന്നുള്ള സ്ഥലത്താണ് വരുന്നത്. ഓക്കെ. മച്ചിങ്ങലാണ് ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പേര് വരുന്നത്. ഇവിടെ കുറച്ച് ഷോറൂമുകളൊക്കെ ഉണ്ട്. നമ്മൾ മുമ്പും ഇവിടെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മാരുതി സുസുക്കി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഷോറൂമുകൾ ഉള്ളൊരു സ്ഥലമാണ് അല്ലേ? കുറേ ഷോറൂമുള്ള വെഹിക്കിൾ ഏരിയ ആണ് ഈ ലൊക്കേഷൻ വരുന്നത്. മനസ്സിലായി. കൂടുതൽ ഷോറൂം ഹോണ്ട മറ്റു എല്ലാ ഷോറൂമുകളും ഈ ഒരു സൈഡിൽ തന്നെയാണ്, ഈ ലൊക്കേഷനിൽ തന്നെയാണ് വരുന്നത്. മച്ചിങ്ങൽ എന്നുള്ള സ്ഥലത്തിൻ്റെ കറക്റ്റ് പ്രോപ്പർ നെയിം വരുന്നത്. അപ്പോൾ നമ്മൾ ഷോറൂമിനകത്താണ്. ക്രെറ്റയുടെ വരവുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരധികം അല്ലെങ്കിൽ അധികം ആൾക്കാർ ഷോറൂമിലുണ്ട്. സംസാരം കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും വൃത്തിയായിട്ടും കാര്യങ്ങൾ പറയാനായിട്ട് ഔട്ട് സൈഡ് പോകാം, ക്രെറ്റയുടെ അടുത്ത് നിന്ന് സംസാരിക്കാം. അല്ല, നല്ലത് പുറത്ത് വണ്ടി സെറ്റ് ചെയ്ത് ശരി. അപ്പോൾ ഹുണ്ടായി ക്രെറ്റ വന്നല്ലോ, ശരിക്കും ഇതിൻ്റെ ഇനീഷ്യൽ റെസ്പോൺസ് എന്താ? ആളുകൾ തള്ളിക്കയറുന്നുണ്ടോ? ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് നല്ല എൻക്വയറിയും കാര്യങ്ങളും ബുക്കിംഗ് കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. പെട്രോളിലാണെങ്കിലും ഡീസലിലാണെന്നുണ്ടെങ്കിലും നല്ല എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബേസ് മോഡൽ വരുന്നത് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 10,99,000, അതായത് 11 ലക്ഷം രൂപ അല്ലേ? അപ്പോൾ അതിന് എന്താണ് എക്സ്ഷോറൂം പ്രൈസ് മാറിയിട്ട് ഓൺ റോഡ് ആകുമ്പോൾ വ്യത്യാസം? റോഡിൽ വരുമ്പോൾ നമുക്ക് 13.5 ഓൺ റോഡ് പ്രൈസ് വരും. ഓക്കെ. 13 ലക്ഷം ഓൺ റോഡ് പ്രൈസ് വിത്ത് ഇൻഷുറൻസ് ആൻഡ് ടാക്സ്. ഓക്കെ. അത് ഇൻഷുറൻസ് വരുന്നത് ടാക്സ്, അതേപോലെ നമ്മുടെ വാറണ്ടി 4th ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി വരുന്നുണ്ട്. 4 വർഷം വാറണ്ടിയാണ് വണ്ടികൾ. 4 വർഷത്തെ വാറണ്ടി. അതേപോലെ ഷീൽഡ് ഓഫ് ട്രസ്റ്റ് അറിയും, തേയ്മാനം സംഭവിക്കുന്ന പാർട്സുകൾക്കുള്ളൊരു വാറണ്ടി പാക്കേജും പാടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓക്കെ. അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് 13.5 ഓൺ റോഡ് പ്രൈസ് വരുന്നത് ബേസ് മോഡലിൽ. അപ്പോൾ 13.5 ലക്ഷം രൂപയ്ക്ക് ബേസ് മോഡൽ ക്രെറ്റ ഇറക്കി കൊണ്ടുപോകാന്നുള്ളതാണ് അല്ലേ? അതെ. ഈ ആണ് വേരിയൻറ്റ്. എന്താ വേരിയൻറ്റ്? ഈ ആണ് വേരിയൻറ്റ്. അപ്പോൾ ടോപ്പ് എൻഡ് മോഡലിൽ ഇപ്പോൾ നമുക്കറിയാം ഈ വണ്ടിക്ക് 360 ക്യാമറ പോലുള്ള കാര്യങ്ങൾ, അഡാസ് ലെവൽ 2 ഉള്ള കാര്യങ്ങളുണ്ട്, 4 വീല് ഡിസ്ക് ബ്രേക്കാണ്. ശരിക്കും ടോപ്പ് എൻഡ് മോഡലിൽ നിന്ന് ശരിക്കും ബേസ് മോഡലിലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട്. ബേസിക്കലി ഒരാൾക്ക് എന്തൊക്കെയാണ് നഷ്ടം പറ്റുക ബേസ് മോഡൽ വാങ്ങുമ്പോൾ? ബേസ് മോഡൽ വാങ്ങുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. ഓക്കെ. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ കുറവ് വരുന്നുണ്ട്. സ്റ്റീരിയോ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായി. അതുപോലെ നമുക്ക് മിറർ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ വരുന്നില്ല. മനസ്സിലായി. ഇവിടെ ബേസ് മോഡൽ വണ്ടി കിടപ്പുണ്ടോ? ബേസ് മോഡൽ വണ്ടി നമുക്ക് ഇപ്പോൾ നിലവിൽ യാർഡിൽ സ്റ്റോക്കിൽ വരുന്നുണ്ട്. ബേസ് മോഡൽ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇന്റീരിയറിൽ നോക്കുകയാണെന്ന് ഇതിന് ലെതർ ലാപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല. സീറ്റിംഗ് കാര്യങ്ങൾ ലെതർ റാപ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫാബ്രിക് സീറ്റും കാര്യങ്ങളും, അതിൽ സ്റ്റാരിംഗ് ആണെന്നുണ്ടെങ്കിൽ ലെതർ റാപ്പറൊന്നും വരുന്നില്ല. സാധാരണ നോർമൽ വീലും കാര്യങ്ങളൊക്കെയാണ് സ്റ്റാരിംഗ് വരുന്നത്. സ്റ്റാരിംഗിൽ കൺട്രോൾസോ കാര്യങ്ങളോ സ്റ്റീരിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാരിംഗിൽ കൺട്രോൾസും കാര്യങ്ങളൊന്നുമില്ല. മിറർ മാനുവൽ അഡ്ജസ്റ്റ് ആണ് വരുന്നത്. അതിന്റെ എഞ്ചിൻ ഓപ്ഷൻ എന്താ? നമുക്ക് പിന്നെ പെട്രോളും ഡീസലും
ഈ വേരിയന്റ് പെട്രോളും ഡീസലും പെട്രോളും ഡീസലും വരുന്നുണ്ട്. ഓക്കെ, സാധാ പെട്രോൾ 1.5. അതെ, 1.5 ആണ് എഞ്ചിന് വരുന്നത്. 115 PS ആണ് പെട്രോളിലാണെന്നുണ്ടെങ്കിൽ പവർ വരുന്നത്. ഡീസലിലാണെന്നുണ്ടെങ്കിൽ 116 PS പവറും വരുന്നുണ്ട്. മനസ്സിലായി. അപ്പോൾ പെട്രോൾ മോഡലാണ് 13 ലക്ഷം രൂപ. അതെ അതെ. ഓൺ റോഡ്. അപ്പോൾ ഡീസലാകുമ്പോഴോ? ഡീസലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 15 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. 15.38 ഓൺ റോഡ് പ്രൈസ് വരും. ഓക്കെ, അപ്പോൾ ഡീസൽ ക്രെറ്റ 15,38,000 രൂപയോളം ആ ഒരു ഓൺ റോഡ് പ്രൈസിൽ കിട്ടും. ഇപ്പം മുന്നത്തെ ഒരു മോഡലിന് എനിക്ക് തോന്നുന്നു എഞ്ചിനിലൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു ഡീസലിന്. ഇപ്പം അതില്ലല്ലേ? സെയിം ഡീസൽ എഞ്ചിനാണ്. സെയിം എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ടോപ്പ് എൻഡ് മോഡൽ കിട്ടുന്ന അതേ ഡീസൽ എഞ്ചിൻ തന്നെ കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് നേരെ ടോപ്പ് എൻഡിലേക്ക് പോകാം. ഇപ്പോൾ 1.5 ടർബോ, പുതിയ ടർബോ ടോപ്പ് എൻഡ് മോഡലിന് എന്താണ് ഓൺ റോഡ് പ്രൈസ്? 1. ടർബോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആണ് അതിൽ വരുന്നത്, മാനുവൽ വരുന്നത്. DCT ടെക്നോളജി, ടർബോ എഞ്ചിൻ DCT ടെക്നോളജി ആണ്. മനസ്സിലായി. 24,75 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 24,75,000 രൂപയ്ക്കാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള ടർബോ പെട്രോളിൻ്റെ ആ ഒരു DCT മോഡൽ വരുന്നത്. ഇനി ഇത് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള IVT ആണ്, ടോപ്പ് എൻഡ് ആ ഒരു CV ട്രാൻസ്മിഷനുള്ള മോഡൽ. ഇതിനെന്താണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്? IVT നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 23,16 ഓൺ റോഡ് പ്രൈസ്. 23,16,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിന് മാനുവൽ മോഡലുണ്ട്. മാനുവൽ നമുക്ക് ഇതിലും വരുന്നുണ്ട്. ടർബോയിലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് മാത്രമേ വരും. ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് മാനുവൽ ഓൺ റോഡ് മാനുവലാണെന്നുണ്ടെങ്കിൽ 22 വരും. 22, അതായത് 1.5 ലക്ഷം രൂപ വ്യത്യാസം ഏറെക്കുറെ അല്ലേ? ഓട്ടോമാറ്റിക് ആ ഒരു പ്രൈസിൽ ഡിഫറൻസേ വരുന്നുള്ളൂ. പക്ഷേ അഡാസ് ലെവൽ 2 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് എൻഡ് വേരിയന്റിൽ നമുക്ക് അഡാസ് ലെവൽ 2 ആണ് വരുന്നത്. അതെല്ലാം വരുന്നുണ്ട്. ഈ മോഡൽ വരുന്നുണ്ട്. ഇത് മോഡൽ വരുന്നതും ശരിക്കും DCT ടോപ്പ് എൻഡ് നമ്മൾ ഫീച്ചേഴ്സ് ഒക്കെ സെയിം അല്ലേ? ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ് വരുന്നത്. അഡാസ് ലെവലും കാര്യങ്ങളും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ടോപ്പ് എൻഡ് വേരിയന്റിലാണ് പിന്നെ ഈ അഡാസ് ലെവലൊക്കെ വരുന്നത്. ഡീസലും അങ്ങനെ തന്നെയാണോ? ഡീസലിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ. എന്താ ശരിക്കും അപ്പോൾ ഈ 3 വണ്ടികളും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ടോപ്പ് എൻഡ് വ്യത്യാസം എഞ്ചിൻ അല്ല? നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടർബോ എഞ്ചിനിലാണ് കുറച്ചും കൂടി, ടർബോ ആകുമ്പോൾ കുറച്ചും കൂടി പവറും കാര്യങ്ങളും കൂടുതലായിരിക്കും. ഡ്രൈവിംഗ് ക്രൈസ് ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ് ടർബോയിൽ വരുന്നത്. കുറച്ചും 160 PS പവർ വരും. നല്ല പവർ ഉണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരിക്കും വണ്ടി വരും. അതുതന്നെ പെട്രോൾ വണ്ടികൾ IVT ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പെർഫോമൻസിൽ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും ഡ്രൈവിംഗ് ക്രൈസുള്ള ആളുകൾക്ക് ഈ ടർബോ ആണ് കുറച്ചും കൂടി കൂടുതലായിട്ട് കംഫർട്ട് ആകും. ഇനി 28ഓളം ആ ഒരു വേരിയന്റ് പ്രൈസ് ലിസ്റ്റിൽ ഞാൻ കണ്ടായിരുന്നു. അതിന്റെ ശരിക്കും പറഞ്ഞാൽ ലളിതമായിട്ട് ആ ഒരു വ്യത്യാസങ്ങളൊന്ന് പറയൂ. എന്തൊക്കെയാണ് വേരിയന്റ് പേരൊന്നും പറയണ്ട. വിലകൾ വരുമ്പോൾ ഇപ്പോൾ IVT വരുന്ന മോഡലുകൾ അല്ലെങ്കിൽ DCT വരുന്ന ഒരു മോഡലല്ലേ ഉള്ളൂ, ഡീസലിൻ്റെ ആ ഒരു മോഡൽ. ഒരാൾ വണ്ടി വാങ്ങാൻ വരുമെന്ന് വെച്ചോ. അപ്പോൾ എനിക്കൊരു വണ്ടി വേണമെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഓട്ടം ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറച്ച് ഓടുന്നു. ഒരു മാസം ഒരു 1000 കിലോമീറ്റർ ഓടാം, അല്ലെങ്കിൽ വളരെ കുറച്ച് ഓട്ടേ ഉള്ളൂ. എനിക്ക് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടി ഏതായിരിക്കും? അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന വണ്ടിയാണ് നിങ്ങൾ കാണുന്ന വണ്ടി ഏതായിരിക്കും? നമുക്ക് ഒരു ഡീസൽ വേരിയൻ്റ് ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും. ഡീസലിൽ ഒരു S വേരിയൻറ്റ് മിഡിൽ ഒരു SR മോഡൽ വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ 8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നൊരു വേരിയൻ്റ് ആണ് S എന്നുള്ള മോഡൽ. നമുക്ക് സൺറൂഫ് അങ്ങനത്തെ അലോയിൽ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് S ഓപ്ഷൻ എന്നുള്ളൊരു മോഡലിലോട്ട് ചൂസ് ചെയ്യാം. ഈ അലോയിൽ തുടങ്ങുന്ന മോഡൽ ഏതാ, അല്ലെങ്കിൽ അലോയിൽ ഇല്ലാത്ത മോഡൽ ഏതൊക്കെ? ബേസ് മോഡൽ EX S എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് അലോയിൽ വരുന്നില്ല, അലോയിലും കാര്യങ്ങളും വരുന്നില്ല. അതിൽ എസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൈലിഷ് സ്റ്റീൽ വീലാണ് വരാം. പുറമെ നോക്കുമ്പോൾ ഒരു അലോയിൽ ലുക്ക് തന്നെ ആയിരിക്കും, പക്ഷെ അത് അലോയിലല്ല, സ്റ്റൈലിഷ് സ്റ്റീൽ വീൽ ആയിട്ടാണ് വരുന്നത് കമ്പനി കൊടുക്കുന്നത്. അത് S ഓപ്ഷൻ മുതലാണ് നമുക്ക് അലോയിൽ വരുന്നത്. അതേപോലെ അലോയിൽ സൺറൂഫും സ്റ്റാർട്ട് ചെയ്യുന്നത് S ഓപ്ഷൻ വേരിയന്റ് മുതലാണ് വരുന്നത്. അതേപോലെ ഓട്ടോമാറ്റിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് S ഓപ്ഷൻ മുതലാണ്. അതെ അതെ, S ഓപ്ഷൻ മുതലാണ് നമുക്ക് സൺറൂഫ്, അലോയിൽ, ബട്ടൺ സ്റ്റാർട്ട്, റിയർ വൈപ്പർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായി. അതേപോലെ ഡിസ്പ്ലേ കാര്യം 8 ഇഞ്ചിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നത്. ഡീസലിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ 2 ലിറ്റർ മുകളിലുള്ള വണ്ടികൾക്കായിരുന്നു മുമ്പ് ഹാർഡ് ബ്ലൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ക്രെറ്റ അല്ലെങ്കിൽ കിയയുടെ കാര്യം, സെൽറ്റോസ്, അങ്ങനെ കുറേ വണ്ടികൾ നമ്മൾ കണ്ടു. അപ്പോൾ ഈ പുതിയ വണ്ടികൾ വാങ്ങുന്ന ആൾക്കാർക്ക്, ചെറിയ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഹാർഡ് ബ്ലൂവിൻ്റെ യൂസ് എന്താണെന്ന് അറിയില്ല. അതുകൂടി ഒന്ന് ലളിതമായിട്ട് പറയാൻ പറ്റുമോ? ശരിക്കും എന്താണ്, എപ്പോഴാണ് ഇത് ഫിൽ ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്? ഹാർഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വരുന്ന ഈ ഡീസൽ എഞ്ചിനിൽ BS6 മാറിയപ്പോൾ നമ്മളെ ഫ്യൂലും കാര്യങ്ങളൊന്നും BS6 മാറിയിട്ടില്ല. ബൈക്കുകളൊക്കെ BS6 മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഡീകാർബണൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. നമുക്ക് ഈ ഹാർഡ് ബ്ലൂ പറഞ്ഞാൽ ലിക്വിഡും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കുറച്ചും കൂടി ലൈഫും കൂടുതൽ ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഈ ലൈഫും കൂടുതൽ, വണ്ടിയുടെ എഞ്ചിന് ലൈഫും കൂടുതൽ, പൊല്യൂഷൻ കുറയ്ക്കാനും എഞ്ചിൻ ലൈഫിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹാർഡ് ബ്ലൂ ഫില്ല് ചെയ്യുന്ന 3 ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ ഒരു അതെ നമുക്ക് പിന്നെ അത് വരുന്നത് കിലോമീറ്റർ പരിധി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 കിലോമീറ്റർ ആണ് നമ്മൾ കിലോമീറ്റർ പരിധിയും കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ നമ്മൾ സാധാരണ നോർമൽ കസ്റ്റമേഴ്സ് AC ഒക്കെ ഇട്ട് സൈഡാക്കിയിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത്തരം ഇത് കിട്ടില്ല, കിലോമീറ്ററും കാര്യങ്ങളൊന്നും കിട്ടില്ല. അത് 5000 കിലോമീറ്റർ, ആവറേജ് ഒരു 5000 കിലോമീറ്റർ എന്നാണ് നമ്മൾ കണക്ക് വരുന്നത്. മനസ്സിലായി. BS6 റെഗുലേഷൻസ് വന്നപ്പോൾ വലിയ എഞ്ചിനുകളിൽ ഹാർഡ് ബ്ലൂ പോലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുതിയ അപ്ഡേറ്റ് ക്രെറ്റയ്ക്കും ആ ഒരു ഹാർഡ് ബ്ലൂ വന്നിട്ടുണ്ട് ഡീസലിന്.
ഈ ആഡ്ബ്ലൂ എന്ന് പറയുന്നത് പൊല്യൂഷൻ കുറയ്ക്കാനും വണ്ടിയുടെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഗുണത്തിനൊക്കെ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഓണേഴ്സ് മാനിൽ വായിച്ച് നോക്കുന്ന ഒരു കാര്യം കൂടി കാര്യമാണ്. എന്നാലും ഇവരെ പോലുള്ള ആളുകളോട് വണ്ടി വാങ്ങിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് വണ്ടി കൊണ്ടുപോകാനുള്ള കാര്യമുണ്ട്. അപ്പോൾ SX മോഡലിനെ കുറിച്ച് പറയും. SX മോഡലിൻ്റെ ആ ഒരു വില എന്താണ്? അപ്പോൾ എസിൻ്റെ മുകളിൽ പോയി SX എത്തും ചെയ്തു, അലോയിൽ കാര്യങ്ങൾ വന്നു, എന്നാൽ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്, ADAS പോലും ഇല്ല, അങ്ങനെ കാര്യങ്ങളില്ല. SXO അല്ലേ ടോപ്പ് എൻഡ്? SXO ആണ് ടോപ്പ് എൻഡ് വേരിയന്റ്. ഓക്കെ. അപ്പോൾ ഈ മുതൽ EX മുതൽ SXO വരെ ഈ EX, S ഓപ്ഷൻ, SX ടെക് വരുന്നുണ്ട്, SX ഓപ്ഷൻ വരുന്നുണ്ട്. മെയിനായിട്ട് S വേരിയന്റിനകത്ത് എല്ലാം ഉണ്ട്. ഈ വേരിയന്റിനകത്ത് കുറച്ചുകൂടി ഒരു വിലക്കുറവുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല, ശരിക്കും വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് ഏത് വേരിയന്റ് ആണ്? SX ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഏത് എഞ്ചിനാണെങ്കിലും ഏത്? അതെ അതെ, പെട്രോളിലാണെന്നുണ്ടെങ്കിലും ഡീസലിലാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമ്മൾ ഈ അഡാസ് ലെവൽ 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രാഫിക്കിലും ഇതിലൊന്നും അത്ര ഒരു യൂസ് കേസ് ഇല്ല, ഇന്ത്യൻ റോഡുകൾ അത് അത്യാവശ്യമല്ല. അതെ, ഭാവിയിലോട്ട് ഓക്കെ. ഇപ്പോൾ തന്നെ അഡാസിൻ്റെ ഇതൊന്നും വരുന്നില്ല. പിന്നെ സേഫ്റ്റി ആണ് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ എന്നുള്ള ലെവലിൽ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സും കൂടിയാണ് അഡാസ് വരുന്നത്. ഫുൾ ടോപ്പ് എൻഡ് വേരിയന്റിലാണ് നമുക്ക് അഡാസ് വരുന്നത്. ഇനിയുള്ള ചോദ്യം എന്ന് പറയുന്നത് അധികമൊന്നും ചോദിക്കാനില്ല, കാരണം കുറേ അധികം കാര്യങ്ങളൊക്കെ വണ്ടി കിട്ടിയ കാര്യങ്ങളാണ്. ശരിക്കും പഴയ ക്രെറ്റയിൽ നിന്ന് പുതിയ ക്രെറ്റ ആയപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻ്റ് എന്താ? മെയിനായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ലുക്കിൽ തന്നെയാണ് നമുക്ക് ഇത് വരുന്നത്. ആ ഒരു ഹെഡ് ലാമ്പ്, അതേപോലെ പൊസിഷൻ ലാമ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഈ ഗ്രില്ല് ഡാർക്ക് ക്രോം ഗ്രില്ലായിട്ട് വരുന്നത് നമുക്ക് ഒരു പാരാമെറ്റിക് പാറ്റേൺ ഗ്രില്ലാണ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ് ലാമ്പാണെങ്കിൽ നോക്കുന്നത് ഒരു കോഡ് ബീം ഹെഡ് ലാമ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. DRL ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളി DR ഒറിസോൺ ഡിസൈനിലായിട്ടുള്ള DRL വരുന്നത്. മനസ്സിലായി. ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ആ ഒരു ആംബിയൻ ഭയങ്കര ലുക്കിലാണ് വരുന്നത്. പിന്നെ ഫീച്ചേഴ്സും മാറിയിട്ടുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് വന്നില്ലേ? ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഫ്രണ്ട് ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 360 തന്നെ നമുക്ക് ഒരു വണ്ടി മൊത്തം കാണാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ ഇൻഡിക്കേറ്ററൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലസ്റ്ററിൽ നമുക്ക് ആ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സൈഡിലോട്ട് വണ്ടി വരുന്നതും കാണുന്നതും നമുക്ക് കറക്റ്റ് വിസിബിലിറ്റി കിട്ടും. ഡ്രൈവർക്ക് ഗ്ലാസ് താത്തിയിട്ട് പുറത്ത് നോക്കേണ്ട ആവശ്യം ഇപ്പോൾ വരുന്നില്ല. ടെക്നോളജികൾ അത്രയും വികസിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു യൂസ് കേസ് പ്രകാരം എനിക്ക് തോന്നുന്നു, ഞാനൊരു ക്രെറ്റ വാങ്ങുകയാണെങ്കിൽ ഒരു ഡീസൽ SX മോഡലായിരിക്കും എനിക്ക് ചൂസ് ആവും അല്ലേ? അതെ അതെ. ടോർക്ക് കൺവേർട്ടറിൻ്റെ ഒരു ഗിയർ ബോക്സ് ആണ്, കൂടാതെ ഡീസലിൻ്റെ മൈലേജ് ഉണ്ട്, ഓടിക്കാൻ സുഖമായിരിക്കും, കാര്യങ്ങളുണ്ട്, അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് ലളിതമായിട്ട് പറയും. എനിക്ക് എൻ്റെ ഒരു ഇഷ്ടമുള്ള ഒരു മോഡലായിട്ട് ഞാൻ ഡീസൽ SX അല്ലെങ്കിൽ ആ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് കാണാണ്. അതിനകത്ത് ഇല്ലാത്ത ഫീച്ചേഴ്സ് എന്താ ടോപ്പ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത് പറയണ്ട? SX ഇല്ലാത്ത ഫീച്ചേഴ്സുകളാണ്. നമുക്ക് മെയിനായിട്ട് നോക്കാം ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ സെയിം ഇതാണ്. എക്സ്റ്റീരിയർ ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഒരുപോലെ തന്നെയാണ് വരുന്നത്. മനസ്സിലായി. ഇന്റീരിയറിലാണ് മാറ്റം വരുന്നത്. മെയിനായിട്ട് ലെതർ സീറ്റ് ആണ് കുറവ്. അതേപോലെ സീറ്റ് വെന്റിലേഷൻ, ഫ്രണ്ട് റോ 2 സീറ്റും വെന്റിലേഷൻ കുറവുണ്ട്. ഇലക്ട്രിക് സീറ്റ് ഇല്ല. അതെ, ഇലക്ട്രിക്കൽ സീറ്റും വരുന്നില്ല. നിങ്ങൾക്ക് സൗണ്ട് സിസ്റ്റം ബോസിന്റെ സൗണ്ട് സിസ്റ്റം വരും, അതും ഉണ്ടാവില്ല. ആർക്കമിക് സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത്. നമ്മൾ മെയിൻ ആയിട്ടുള്ള അതിലൊരു ഇത് മാറ്റം വരുന്നത്. ബാക്കി ഡിസ്പ്ലേ കാര്യങ്ങൾ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും. 360 ക്യാമറ വരുന്നില്ല, അഡാസിൽ വരുന്നില്ല. അപ്പോൾ ഈ ഒരു വേരിയന്റുകളെ കുറിച്ചും അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞ സ്ഥിതിക്കും അല്ലെങ്കിൽ പറഞ്ഞ സ്ഥിതിക്കും എനിക്ക് തോന്നുന്നു ഒരു സാധാരണ സെഡേറ്റീവായിട്ട് ഓടിക്കുന്ന ഒരാളാണ്, ഒരു വലിയ ഫീച്ചേഴ്സൊന്നും ആവശ്യമില്ല, അഡാസ് ലെവൽ 2 അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര റിക്കവർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുക ഐ-VT ആ ഒരു SX മോഡലാണ്. അതല്ല കുറച്ചധികം ഓട്ടം ഉണ്ട്. ഇപ്പം നമ്മളെപ്പോലുള്ള ആളുകളാണെങ്കിൽ ഡീസൽ ആ ഒരു SX അത്യാവശ്യം നല്ല ഒരു ഓപ്ഷനാണ്. പക്ഷേ ടർബോ പെട്രോളിൻ്റെ ഒരു ഫണ്ണും ആ ഒരു കാര്യങ്ങളും അനുഭവിച്ചറിയാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ, അതാണ് നിങ്ങളുടെ ഒരു ചോയ്സ് എങ്കിൽ DCT ടർബോ ആണ് ഏറ്റവും ഉതകുന്ന വണ്ടി. എനിക്ക് ഒറ്റ മതി, ലുക്ക് മാത്രം മതി, അതിനകത്തുള്ള എഞ്ചിനും ആ ഒരു ഗിയർ ബോക്സും മാത്രം മതിയെങ്കിൽ EO അല്ലെങ്കിൽ EX മോഡലോ മതി. അപ്പോൾ ഇതാണ് വേരിയൻറ്റുകളുടെ ആയിട്ടുള്ള ഒരു ഗുണം, അല്ലെങ്കിൽ ഇത്രയും വേരിയൻ്റുള്ള കാര്യങ്ങളുടെ ഗുണം. ചെറിയ വിലയ്ക്കും അല്ലെങ്കിൽ 13 ലക്ഷം രൂപ മുതൽ അങ്ങോട്ട് നമുക്ക് വണ്ടി കിട്ടുമെന്നുള്ളതും ഒരു വലിയ വണ്ടിയായിട്ട് നമുക്ക് ഈ വണ്ടി കൊണ്ടുനടക്കാന്നുള്ളതും ടോപ്പ് എൻഡ് ആണോ അല്ലേ എന്നുള്ളതും ആളുകൾ നോക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വണ്ടി ഓടിച്ചാൽ മതി, ആ ഒരു ഡ്രൈവിംഗ് ഫണ്ട് മാത്രം മതിയെങ്കിൽ എനിക്ക് തോന്നുന്നു സാധാരണ ബേസ് മോഡൽ ഡീസലോ അതല്ലെങ്കിൽ ആ ഒരു ബേസ് മോഡൽ പെട്രോളോ മതിയാവും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്തായാലും ആ ഒരു EX മോഡലിൻ്റെ ആ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ചെയ്യണം, കാരണം എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സ് ഇല്ലാത്തത് ബേസ് മോഡൽ എന്താണോ അറിയണം. അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ക്രെറ്റയ്ക്ക് ഇതിന് മാത്രം ഓപ്ഷൻസ് ഉണ്ട്, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്, വിലകൾ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകന് വീഡിയോ കാണുന്ന ആൾക്ക് ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? വണ്ടി വേഗം കൊടുക്കും, നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ഡെലിവറി പെട്ടെന്ന് കൊടുക്കാൻ പറ്റും, പെട്ടെന്ന് ഡെലിവറി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ വീഡിയോ സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്കുള്ള വണ്ടി അവൈലബിൾ ഉണ്ട്, ഒരുപാട് വണ്ടികൾ അവൈലബിൾ ഉണ്ട്. പെട്ടെന്ന് ഡെലിവറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ യാർഡിൽ ഈ വേരിയൻറ്റ് കിടപ്പുണ്ട്.
അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡെലിവറി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ഹുണ്ടായുടെ ക്രെറ്റ നോക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും മലപ്പുറത്തെ ക്ലാസിക് ഹുണ്ടായി വിളിച്ചു നോക്കിക്കോളൂ. ഇവർ ആ ഒരു വണ്ടി തരുമെന്ന് തന്നെ കരുതാം, അതല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഹ്യുണ്ടായി ക്രെറ്റയാണ്. ക്രെറ്റയുടെ 10,99,000 എന്ന ഒരു എക്സ്ഷോറൂം പ്രൈസിൽ 13 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് കിട്ടുന്ന വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഓടിച്ച വണ്ടിയേക്കാൾ കുറച്ച് ഫീച്ചേഴ്സ് കുറവുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് എന്നുള്ള വേരിയൻ്റ് കൂടെയാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഈ ക്രെറ്റയ്ക്ക് മുന്നിൽ ആ ഒരു ഡാർക്ക് ക്രോമും കാര്യങ്ങളൊന്നും തന്നില്ല. സാധാരണ ബ്ലാക്കാണ് ഗ്രില്ല്. മാത്രമല്ല ഈ LED പ്രൊജക്ടർ എന്ന് പറയുന്ന കാര്യം മാറിയിട്ട് സാധാ പ്രൊജക്ടറും ഹലോജനുമായിട്ട് മാറിയിട്ടുണ്ട്. മുകളിൽ DRLൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഇനി ബോണറ്റൊക്കെ സെയിമാണ്, വ്യത്യാസം പറയില്ല. ആ സെൻസറുകളില്ല, മുകളിൽ സൺറൂഫ് കാണില്ല. വശങ്ങളിലെ പ്രധാനമായ മാറ്റം എന്ന് പറയുന്നത് ഇവിടെ വീലെന്ന് പറയുന്നത് സ്റ്റീൽ വീലാണെന്നുള്ളതാണ്. ആ ഒരു സ്റ്റീൽ വീലിൻ്റെ മുകളിൽ ഒരു വീൽ കവറും ഉണ്ട്. ഇനി വശങ്ങളിലെ മിററിലല്ല ഇൻഡിക്കേറ്റർ കുറച്ച് പഴയ രൂപത്തിലേക്ക് പോയിട്ട് ഫെൻഡറിലായിട്ട് വന്നിട്ട് അതൊരു വ്യത്യാസമാണ്. ബാക്കിലെ ഒരു കളർ കോമ്പിനേഷൻ ഒന്നും മാറ്റില്ല. മുകളിൽ റൂഫ് വെയിലോ അല്ലെങ്കിൽ ഒന്നുമില്ല, പക്ഷേ റിബ് ചെയ്ത റൂഫ് കാണാം. അതൊരു വ്യത്യാസമായിട്ട് പറയാം. സംഭവം ടോപ്പ് എൻഡ് അല്ല, സാധാ വേരിയൻ്റ് ആണ്. ആണെങ്കിലും ഇതിൻ്റെ പിന്നിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. അത് ഹുണ്ടായുടെ ഒരു കാര്യമായിട്ട് പറയാം കേട്ടോ. കാണാൻ പറ്റില്ലല്ലേ. പിന്നിൽ വൈപ്പറില്ല, ഡീഫോഗറില്ല, ആ ഒരു ലൈറ്റൊക്കെ തന്നെ സെയിം ആണ്. ഇനി ഇവിടെ ആ ഒരു സെൻസേഴ്സ് കാണാം. ബമ്പറിന് മുകളിലുള്ള ആ ഒരു സ്കിഡ് പ്ലേറ്റൊക്കെ തന്നെ നമുക്കിവിടെ കാണാനുള്ളതാണ്. ഷാർക്ക് ഫിൻ അല്ല, സാധാ ആൻറ്റിനാണ്. ആ ഒരു ആൻറ്റിന ഊരിയിട്ട് വെച്ചിട്ടാണ് അവിടെ. സ്പോയിലർ ഇൻബിൽറ്റ് തന്നെയാണ്. ഇനി അകത്താണ് പ്രധാനമായ വ്യത്യാസം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ലെതർ റാപ്പഡ് അല്ല, സാധാ സ്റ്റിയറിംഗ് ആണ്. പക്ഷേ ഇവിടെ ആ ഒരു കൺട്രോൾസ് ആ ഒരു മീഡിയയുടെ അല്ല, പകരം ആ ഒരു മീറ്റർ കൺസ്റ്റൻ്റ് ആണ്. ഇനി ഇതാണ് ആ ഒരു ഗിയർ ലിവർ കണ്ടോ. ഇതും ആ ഒരു 6 സ്പീഡ് തന്നെ കേട്ടോ. സീറ്റ് ഫാബ്രിക് സീറ്റാണ്. മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഹൈറ്റ് ഇല്ല, അല്ലെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. കപ്പ് ഹോൾഡും കാര്യങ്ങളൊക്കെ തന്നെ കാണാം, വ്യത്യാസമൊന്നും തന്നെ പറയില്ല. ഇവിടെ ഈ ഒരു പാനൽ കൊടുത്തത് ശരിക്കും ടോപ്പ് എൻഡ് പോലെ തന്നെയാണ്, പക്ഷേ പകരം ഇവിടെ ഒരു ഓപ്പണിംഗ് ആണെന്നുള്ള കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു ബേസ് മോഡൽ വണ്ടി എന്നുള്ളത് ശരിക്കും പുറത്ത് നോക്കുമ്പോൾ തോന്നില്ല എന്നുള്ളത് ഗുണമായിട്ട് കാണാം. ഇനി കീ ആണ്, പുഷ് ബട്ടൺ അല്ല, കീ ഇട്ട് വേണം തിരിക്കാനായിട്ട്. ഇതാണ് കീ എന്ന് പറയുന്നത് കേട്ടോ. ലളിതമായിട്ടുള്ള മീറ്റർ ക്ലസ്റ്ററാണ്. ഈ സ്റ്റിയറിങ്ങിന് ആ ഒരു റീച്ചും ടിൽറ്റൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഈ പാനൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ആൻഡ്രോയിഡ് യൂണിറ്റോ എന്തെങ്കിലും വാങ്ങി വെച്ചാലും മതി. മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു നോബിലാണ്. ഒരു ആംറസ്റ്റ് ഉണ്ട്, കൂടാതെ കപ്പ് ഹോൾഡറൊക്കെ കാണാം. ഇതാണ് ആ ഹാൻഡ് ബ്രേക്ക്, മാനുവലാണത്. ഇവിടെയും ചാർജിങ് സോക്കറ്റുകളുണ്ട്. സി കാണാം, 12 വോൾട്ട് ആ ഒരു സോക്കറ്റ് കാണാം. ഇത് ബ്ലാങ്ക് ആണ്, ഡെമ്മി. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നിൽ AC വെൻറ്റുകളുണ്ട്. പിന്നെ ആ ഒരു ചാർജിങ് സോക്കറ്റൊക്കെ തന്നെ കാണാം, മാറ്റമൊന്നും തന്നെ ഇല്ല. ഇവിടെ നടുവിൽ ആ ഒരു ആംറസ്റ്റും കൊടുത്തിട്ടുള്ളതാണ്. പിന്നിൽ ആ ഒരു കപ്പ് ഹോൾഡറും വലുത് തന്നെയാണ്, വ്യത്യാസം തന്നെ ഇല്ല. ഇനി ബൂട്ടിലേ ആ ഒരു പാഴ്സൽ ഷെൽഫില്ല, അതാണ് പ്രധാനമായിട്ട് പറയാവുന്ന വ്യത്യാസം. ഇനി ഇവിടെ താഴെ ആ ഒരു സ്പെയർ വീലുണ്ട്. സ്പെയർ വീല് സ്റ്റീൽ വീൽ തന്നെയാണ്, അത് പറയേണ്ട കാര്യമില്ല. 2 ആ ഒരു ഫോൾഡ് ചെയ്യുന്ന സീറ്റും കാണാം. അപ്പോൾ ഇത്രയുമാണ് ഈ വേരിയൻറ്റിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്ത ആ ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരെ വിവിധമായിട്ടുള്ള വ്യത്യാസങ്ങളും വിവിധമായിട്ടുള്ള മാറ്റങ്ങളും ഉള്ള വണ്ടികളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് 10,99,000 രൂപയ്ക്ക് എക്സ്ഷോറൂം കിട്ടുന്ന വണ്ടി എന്നുള്ള ഉത്തരവായില്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്കും നന്ദി, നമസ്കാരം.